മണ്ഡലം എറണാകുളം ജില്ലയിൽ തന്നെ വളരെ പ്രത്യേകതയുള്ളൊരു മണ്ഡലമായിട്ട് മാറുകയാണ്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഒരു പ്രത്യേകതയുള്ള മണ്ഡലമായിട്ട് മാറുകയാണ്. എങ്ങനെ? ഇവിടെ മെട്രോ വരാൻ പോകുന്ന കേരയിൽ വരും കേട്ടോ, അതിന് യാതൊരു സംശയമില്ല. അതിവിടെ വരിക തന്നെ ചെയ്യും. അതിൻ്റെ മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ പോകാതിരുന്നതാണ്. അപ്പോൾ മെട്രോ, കേരയിൽ, വാട്ടർ മെട്രോ ഇതെല്ലാം കൂടി ഇവിടെ സംഗമിക്കുകയാണ്. ആ സംഗമ സ്ഥാനമായിട്ട് തൃക്കാക്കര മാറുകയാണ്. ഇതിനോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേകത, ഒരു നില മെട്രോ, മേലേ നില കേരയിൽ, ആ ഒരു സ്റ്റേഷനും ഇവിടെയാണ് വരാൻ പോകുന്നത്. കേരളത്തിൽ അത്തരം ഒരു സ്റ്റേഷൻ ഇവിടെയാണ് ഉണ്ടാകാൻ പോകുന്നത്. അപ്പോൾ നാടിൻ്റെ വികസനം തൃക്കാക്കരക്കാർ വലിയ തോതിൽ ആഗ്രഹിക്കുന്നുണ്ട്. ആ വികസനം പ്രാവർത്തികമാക്കാൻ, പൂർണ്ണതയിലെത്തിക്കാൻ ഞങ്ങളോടൊപ്പം ജോസഫ് ആവശ്യമുണ്ട്. ജോസഫിനെ അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ കൺവെൻഷന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ. ഈ ജനവിധി അംഗീകരിച്ചുകൊണ്ട് തുടർ പ്രവർത്തനം നടത്തുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അതൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പ്രതീക്ഷിച്ചതുപോലുള്ളൊരു മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുറെ കണ്ടിട്ടുണ്ട്. ഇത് പരിശോധിച്ച് ആവശ്യമായ തിരുത്തൽ നടപടി പാർട്ടി സ്വീകരിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ എറണാകുളം ഇതുവരെ വളരെ ശരിയാണ്. ഈ ജനവിധി ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നൊരു മുന്നറിയിപ്പായിട്ടാണ് ഈ ജനവിധിയെ ഞങ്ങൾ വിലയിരുത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനങ്ങളാണ് ഏറ്റെടുക്കേണ്ടതായിട്ടുള്ളത്. അതിൽ ബൂത്ത് തലം വരെ ഇത് സംബന്ധിച്ചുള്ളൊരു പരിശോധന പാർട്ടി നടത്തുന്നതായിരിക്കും. പരാജയവും തോൽവിയൊക്കെ ഉണ്ടാവും. ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ എല്ലാം പോയി എന്ന് ഞങ്ങൾ കരുതുന്നവരല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 20-ൽ 19 സീറ്റിലും തോറ്റവരാണ് ഇടതുപക്ഷ മുന്നണി. അതിൽ നിന്നാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റിലേക്ക് എത്താൻ ഞങ്ങൾക്ക് സാധിച്ചത്. അതുകൊണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തുടർ പ്രവർത്തനം നടത്തുക എന്നതാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്.